കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടയിലാണ് അന്ത്യം സംഭവിച്ചത്. വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറെ നാളുകളായി അർബുദ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. എപ്പോഴായിരുന്നു അന്ത്യം? കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചിരിക്കുന്നു. 59 വയസ്സായിരുന്നു അവർക്ക് പ്രായം. അവർ അർബുദ ബാധയെ കുറച്ച് മുമ്പേ അവർ കണ്ടെത്തിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു 4ാം സ്റ്റേജിലായിരുന്നു. ചെന്നൈയിൽ ചികിത്സയ്ക്ക് ആദ്യഘട്ടത്തിൽ പോയിരുന്നു. അതേസമയം രോഗം വലിയ തോതിൽ അങ്ങനെ മാറുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അവർ അഡ്മിറ്റായിരുന്നു. അല്പസമയം മുമ്പാണ് അവരുടെ മരണം സ്ഥിരീകരിക്കുന്നത്. കാനത്തിൽ ജമീല MLA എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിൽ നിന്നും പഞ്ചായത്ത് മെമ്പറായി തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു വനിതാ ഒരു നേതാവാണ് കാനത്തിൽ ജമീല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് പിന്നീട് അവർ കൊയിലാണ്ടി നിയമസഭയിലേക്ക് മത്സരിക്കുന്നതും അവർ MLA ആവുന്നതും. ആർത്തിൽ കുടുംബശ്രീ മുതൽ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളുടെ ഉയർന്നു വന്ന ഒരു വനിതയാണ്. പ്രാദേശിക കൊയിലാണ്ടി ഒരു MLA എന്ന തരത്തിൽ വളരെ ആയിരുന്നു. ഈ രോഗബാധ ആയതിനു ശേഷവും, രോഗബാധയെ കണ്ട് ചെന്നൈയിൽ ചികിത്സ കഴിഞ്ഞതിന് ശേഷവും അവരുടെ നാട്ടിൽ കൊയിലാണ്ടിയിൽ നടന്ന ഒരു ക്ഷേത്രത്തിൽ നടന്ന ആന ഇടച്ചിലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അവർ വരികയും അങ്ങനെ ആർത്തിൽ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ സജീവമായിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാനത്തിൽ ജമീല. പിന്നെ ഈ കോഴിക്കോട്ടെ പൗരസമൂഹവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മറ്റു സ്ത്രീ ശാക്തീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. വളരെ സൗമ്യമായ സമീപനമായിരുന്നു അവർ എല്ലാ അർത്ഥത്തിലും. അത് നിയമസഭയിലാണെങ്കിലും തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴുള്ള ഇടപെടലുകളാണെങ്കിലും അല്ലെങ്കിൽ പൊതുവെ സമൂഹമായിട്ടുള്ള ഇടപെടലൊക്കെ തന്നെ വളരെ സൗമ്യമായ സമീപനം സ്വീകരിച്ചിരുന്ന ഒരു യുവതിയായിരുന്നു. സ്ത്രീയായ ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സ്ത്രീയായിരുന്നു. ഒരു CPM-ൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വനിത, കോഴിക്കോട് തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവായി നമുക്കറിയാം. ഗ്രാമപഞ്ചായത്തിൽ നിന്നും പിന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്നു. ജില്ലാ പഞ്ചായത്തിൽ നിന്നും കൊയിലാണ്ടിയിലേക്ക് അവരുടെ പേരൊക്കെ നിർദ്ദേശിക്കണമെങ്കിൽ ആ അർത്ഥത്തിൽ പാർട്ടിയിൽ തന്നെ അവർക്ക് പിന്നെ അവരെ പരിഗണിക്കണമെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു പ്രാധാന്യം അവർക്ക് ആ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും കടന്നുപോയ എല്ലാ സ്ഥലങ്ങളും, ഗ്രാമപഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും MLA ആണെങ്കിലും എല്ലാ മേഖലയിലും അവരുടേതായ ഒരു കഴിവ് പ്രകടിപ്പിക്കുകയും ഒരു മികച്ച ഒരു ഭരണ നേതാവ് നടത്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയുള്ള ഒരു അവരുടെ പ്രാഗൽഭ്യം കൂടി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ കടന്നുപോയിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് മരണം ആശുപത്രി വൃത്തങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കുന്നത്. നേരത്തെ തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ആശുപത്രി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. മറ്റ് നേതാക്കളൊക്കെ തന്നെയും അവിടെ ആരോഗ്യ വിവരങ്ങൾ പിന്നെ അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനും മറ്റുമൊക്കെ വരാൻ ഒരുപക്ഷെ നാളെ എത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ മൃതദേഹം എപ്പോഴാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നതിനെ കുറിച്ചൊക്കെ അല്പസമയത്തിനകം തന്നെ നമുക്ക് വിവരം ലഭിക്കും. ആശുപത്രിയിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നേതാക്കളൊക്കെ അങ്ങോട്ടൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? ഈ പറഞ്ഞതുപോലെ വീട്ടിലേക്ക് എപ്പോഴായിരിക്കും കൊണ്ടുപോവുക? സംസ്കാര ചടങ്ങുകൾ അത് സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് മൃതദേഹം ഉള്ളത്. അല്പസമയത്തിനൊക്കെ തന്നെ പാർട്ടി നേതാക്കൾ കൂടി എത്തിയതിനു ശേഷമായിരിക്കും എപ്പോഴായിരിക്കും അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. കാരണം അവരുടെ മകൻ കൂടി എത്താനുള്ളതുകൊണ്ട് പിന്നെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതുകൂടി കുടുംബമായിട്ട് കൂടി ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അതിനനുസരിച്ചായിരിക്കും അവരെ നാട്ടിലേക്ക് കൊണ്ടുപോവുക. പിന്നെ നേതാക്കളൊക്കെ തന്നെ നമുക്കറിയാം ഒരു അതീവ ഗുരുതരാവസ്ഥയിൽ ICUവിൽ തന്നെ കഴിയുകയായിരുന്നു. ആ സമയത്ത് നേരത്തെ നേതാക്കൾ വന്നു പോയതാണ്. എന്തായാലും മരണം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് മറ്റ് നേതാക്കൾ കൂടി ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തും. അതിനുശേഷം കുടുംബാംഗങ്ങളുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും വീട്ടിൽ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ സംസ്കാരം ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ